ആഡംബര കപ്പലിലൊരു യാത്ര ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കേണ്ട ഒരു യാത്ര. അങ്ങനെ ഒരു കപ്പൽ യാത്രക്ക് നമ്മൾ പോവുകയാണ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ലക്ഷറി ക്രൂസ് ഷിപ്പ് യാത്രയാണ്. റോയൽ കരീബിൻ്റെ സ്പെക്ട്രം ഓഫ് ദ സീസ് എന്ന് പറയുന്ന കൂറ്റനൊരു കപ്പലിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇത് സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യ പോയിട്ട് അവിടുന്ന് തിരിച്ച് സിംഗപ്പൂർ വരുന്ന ഒരു 3 രാത്രി നീണ്ടു നിൽക്കുന്ന യാത്രയാണ് കേട്ടോ. 16 നിലകളുള്ള കപ്പലാണ്. ഇതിനകത്ത് എന്തൊക്കെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടെന്ന് ഈ ഒരു ഒറ്റ എപ്പിസോഡിൽ കാണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് 3-4 എപ്പിസോഡുകളായിട്ട് ആയിരിക്കും നമ്മൾ ഈ കപ്പൽ യാത്ര കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പുതിയ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഷെറിൻസ് വ്ലോഗ്. നമ്മൾ സ്കൂട്ട് എയർലൈൻസിന്റെ വിമാനത്തിലാണ് സിംഗപ്പൂരിലോട്ട് പോകണം കേട്ടോ. സിംഗപ്പൂരിൽ നിന്നാണ് നമ്മുടെ കപ്പൽ പുറപ്പെടുന്നത്. അതുകൊണ്ടാണ് സിംഗപ്പൂരിലോട്ട് പോണത്. എന്തായാലും സിംഗപ്പൂർ പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ കപ്പൽ യാത്ര മാത്രമല്ല, സിംഗപ്പൂർ യാത്രയും കൂടിയാണ് ഈ ഒരു സീരീസ്. നമ്മൾ കപ്പൽ യാത്രയ്ക്ക് ശേഷം സിംഗപ്പൂർ മുഴുവനും കറങ്ങി കാണും കേട്ടോ. അത് നമ്മൾ ഒറ്റക്കല്ല, നമ്മുടെ കൂടെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്. ശരിക്കും നമ്മൾ പോകുന്നത് മഞ്ചേരിയിലെ അൽഹിജാസ് ഹോളിഡേസിന്റെ ഒപ്പമാണ്. അതിന്റെ ഓണറാണ് മുസ്തഫിക്ക. ഒപ്പം തന്നെ അൽഹിജാസിന്റെ ടൂർ കോർഡിനേറ്റർ ഷാജഹാനും നമ്മുടെ ഒപ്പം ഉണ്ട്. അങ്ങനെ നമ്മൾ സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്തേക്കാണ്. ഇവിടുത്തെ സമയം 6:15 കഴിഞ്ഞു. നാട്ടിൽ എത്ര മണിയാണെന്ന് അറിയാമോ? അവിടെ 4 മണി ആകുന്നുള്ളൂ. യെസ്. അപ്പോൾ നമ്മളിനി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നു. ഇമിഗ്രേഷൻ. സാധാരണ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒറ്റക്കാണ്. പക്ഷെ ഇതൊരു ഗ്രൂപ്പ് ട്രിപ്പാണ്. ഏകദേശം 36 ആൾക്കാരുണ്ട് കേട്ടോ. അത് കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന്. മലപ്പുറം ഉണ്ട്, കോഴിക്കോടുണ്ട്, പാലക്കാടുണ്ട്, എറണാകുളം ഉണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് കുറേ പേരുണ്ട്, കോയമ്പത്തൂരിൽ നിന്ന് കുറേ പേരുണ്ട്. അങ്ങനെ ടോട്ടൽ ഏകദേശം 36 ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ വന്നിറങ്ങിയേക്കണ ടെർമിനൽ 1-ലാണ് കേട്ടോ. നമ്മുടെ ഈ ട്രിപ്പിലെ പ്രത്യേകിച്ച് ഒന്നും അറിയേണ്ട കാര്യമില്ല. നമ്മൾ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറാം, ഇവിടെ വരാം, സ്ഥലങ്ങളൊക്കെ കാണാം, എൻജോയ് ചെയ്യുക, അതേപോലെ തന്നെ തിരിച്ചു പോവാം. വിസയുടെ കാര്യം പോലും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഇവർ തന്നെയാണ് എടുത്തു തരുന്നത്. ഈ ടെർമിനൽ 1 തന്നെയാണ് നമ്മുടെ മറ്റേ വെള്ളച്ചാട്ടം അല്ലേ, പ്രശസ്തമായ വെള്ളച്ചാട്ടം ഉള്ളത് ഇവിടെ അല്ലേ. പുറത്തിറങ്ങണം അല്ലേ? ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് നമ്മുടെ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത്. ശരിക്കും ഞാൻ സിംഗപ്പൂർ വരുന്നത് 3-ാമത്തെ തവണയാണ്. ആദ്യം വരുന്നത് നമ്മുടെ ബാലിയിലോട്ട് കണക്ട് ചെയ്തത്. സിംഗപ്പൂർ വരുന്നതല്ല, സിംഗപ്പൂർ എയർപോർട്ടിൽ വരുന്നത് 3-ാമത്തെ തവണ. നമ്മൾ ബാലിയിലോട്ട് പോയത് സിംഗപ്പൂർ വഴിയാണ്. അതുപോലെ ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ചു വന്നതും സിംഗപ്പൂർ വഴിയാണ്. ആ സമയത്ത് നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ടെർമിനൽ 1-ലാണ് നമ്മുടെ വെള്ളച്ചാട്ടം. പ്രശസ്തമായ എയർപോർട്ടുള്ള ചാങ്ങി എയർപോർട്ട്. അറൈവലെത്തി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇമിഗ്രേഷനാണ്. ഇതെല്ലാം ഇവിടെ ഡിജിറ്റലാണ്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അതായത് ഇവിടെ സീലൊന്നും ചെയ്യില്ല. നമ്മുടെ പാസ്പോർട്ടിൽ സീൽ ചെയ്യണം എന്നൊക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല. അത് ഇവിടെ ഇല്ല. ആ പരിപാടി കംപ്ലീറ്റ് കാര്യങ്ങളും ഡിജിറ്റലാണ്. ഇതേ പുറകിൽ കാണുന്ന ഭാഗം കണ്ട, അവിടെ നമ്മുടെ പാസ്പോർട്ട് ജസ്റ്റ് സ്കാൻ ചെയ്യുന്നു. അപ്പോൾ ഒരു ഗേറ്റ് ഓപ്പൺ ആവുന്നു. കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ ഫോട്ടോ സ്കാൻ ചെയ്ത് നോക്കുന്നു. അടുത്ത ഗേറ്റ് ഓപ്പൺ ആവുന്നു. എല്ലാം ഡിജിറ്റൽ. ഓൾറെഡി നമുക്ക് വിസയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. റിട്ടേൺ ടിക്കറ്റും കാണിക്കേണ്ട, ഒന്നും കാണിക്കേണ്ട. അതെല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് കയറുമ്പോൾ കാണിക്കണം. അവിടെ ഹോട്ടൽ വേണം, റിട്ടേൺ ടിക്കറ്റ് കാണിക്കണം, എന്തിനു പോകുന്നൊക്കെ ചോദിക്കും. ഇവിടെ ആരും ഒന്നും ചോദിക്കില്ല. കാരണം ഇവിടെ ഓൾറെഡി നമുക്ക് വിസ നേരത്തെ എടുക്കണമല്ലോ, എടുത്ത് തന്നിട്ടുണ്ടാവും. അതൊക്കെ ഡിജിറ്റലായിട്ട് ഇവർ സൂക്ഷിച്ചിട്ടുണ്ടാവും. നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. വേറെ ഒന്നുമില്ല. തിരിച്ചു പോകുമ്പോഴും ഇങ്ങനെ തന്നെ. എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ പാസ്പോർട്ടിൽ സീലില്ല. അതാണ്, ഇവിടെ സീലടിച്ച് തരില്ല. ഈ പാസ്പോർട്ടിൽ സീലടിച്ച് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വന്നു എന്ന് വേറെ സ്ഥലത്ത് പറയുമ്പോൾ ഇപ്പോൾ വേറെ വിസ ഒക്കെ കൊടുക്കുമ്പോൾ ഞാൻ സിംഗപ്പൂർ പോയി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാരണം അത് സീലൊന്നുമില്ല. ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഇവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, പാസ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോഴേ. അതാണ് പ്രശ്നം. ഈ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡൊക്കെ ഇങ്ങനെ തന്നെ. അതുപോലെ ഇസ്രായേൽ, പല രാജ്യങ്ങളും ഇപ്പോൾ അങ്ങനെ ഡിജിറ്റലായിക്കൊണ്ടിരിക്കുക. സീല് പരിപാടി ഇല്ല. എനിക്ക് സീല് വേണം. ഞാൻ 2 പേരോട് ചോദിച്ചു, ഇവിടുത്തെ പോലീസുകാരുടെ, കസ്റ്റംസിലിരിക്കുന്ന ആൾക്കാരോടൊക്കെ, അല്ല ഇമിഗ്രേഷനിലിരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു, ഒന്ന് സീലടിച്ചു പറയും, എൻ്റെ ഒരു മെമ്മറിക്കാണെന്ന് പറയുമ്പോൾ ഇല്ല, ഇവിടെ അങ്ങനത്തെ പരിപാടി ഇല്ല. നമ്മൾ എത്ര വൈകി വന്നാലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ബാഗ് ഇവിടെ തന്നെ കാണും. ആ ബെൽറ്റിൽ നിന്ന് എടുത്ത് താഴ്ത്തിറക്കി നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബാഗ് എടുത്തു. ഇനി പുറത്തോട്ട് ഇറങ്ങാണ്. ഈ സിംഗപ്പൂർ ചാങ്ങി എയർപോർട്ടിലാണ് നമ്മൾ വന്നേക്കണം. സിംഗപ്പൂർ എയർപോർട്ട് ശരിക്കും ഭയങ്കര ഫേമസാണ്. ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. എയർപോർട്ടിൽ വെള്ളച്ചാട്ടവും സംഭവം കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അത് ശരിക്കും നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോഴും കാണാം. പിന്നെ അതുപോലെ തിരിച്ചു പോകുമ്പോഴാണ് നമ്മൾ കാണാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നേരത്തെ വരാമെന്നാണ് പറഞ്ഞേക്കണം. എയർപോർട്ടിലെ വെള്ളച്ചാട്ടം കാണാൻ. ആ വെള്ളച്ചാട്ടം ഇപ്പം കാണാൻ പറ്റില്ലല്ലോ. ഇല്ല, നമുക്ക് നമ്മൾ ടൂറ് കഴിഞ്ഞിട്ട് കാണാം.
തിരിച്ചു പോകുമ്പോൾ കാണാം അല്ലേ? അടിപൊളി. സാധാരണ ട്രാൻസിറ്റ് എടുത്താൽ കാണാൻ പറ്റില്ല അല്ലേ? പ്രയാസമാണ്. നമ്മൾ ഇവിടുത്തെ വിസ എടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നേ ചിലവര് ഈ എയർപോർട്ട് കാണാൻ വേണ്ടി മാത്രം അങ്ങനെ വരുന്നുണ്ടെന്നുള്ളത്. അതെ അതെ. പക്ഷെ ട്രാൻസിറ്റ് എടുത്താൽ കിട്ടത്തില്ല, ആ സാധനം കാണാൻ പറ്റില്ല. നമ്മളിവിടെ വിസ എടുത്ത് ഇവിടെ ഇറങ്ങി അല്ലെങ്കിൽ തിരിച്ചു പോകണ വഴിക്കേ കാണുള്ളൂ. ടെർമിനൽ ഒന്നിലല്ലേ? പിന്നെ ഇവിടെ ഒരു ഷോപ്പിംഗ് മാൾ പോലെയാണ്. അതൊരു 9 മണിക്ക് ശേഷമൊക്കെയാണ് ഓപ്പൺ ആവത്തുള്ളൂ, ലൈവ് ആവത്തുള്ളൂ. ശരി. ഇവിടുത്തെ എയർപോർട്ടൊക്കെ ഫുള്ള് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് കിടിലുണ്ടോ? ഇത് കണ്ടോ? ഇതെല്ലാം ഒറിജിനൽ ഉണ്ടോ? എങ്ങനെയുണ്ട് എയർപോർട്ടൊക്കെ? സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ, നമ്മളെ ഒരു 6:30 ഇവിടെ ലാൻഡ് ചെയ്തത്. കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഒരു 8 മണിയാകുമ്പോഴാണ് നമ്മുടെ അടുത്ത ബസ് വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ നൈസായിട്ട് പോയിട്ട് പല്ലേപ്പും പരിപാടിയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഫ്രഷായി. ഇനി നമ്മൾ ഒരു ബസ് കയറി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം അല്ലേ? ഫുഡ് കഴിക്കാൻ പോകുന്നത്, യെസ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. ഇവിടെ ഉണ്ടല്ലോ 1, 2, 3, 4 ടെർമിനലൊക്കെ ഉണ്ട്. എല്ലാ ടെർമിനലിലോട്ടും പോകാനായിട്ട് ട്രെയിൻ ഉണ്ട് കേട്ടോ. നമ്മൾ എയർപോർട്ടിൻ്റെ സൈഡിലോട്ട് നോക്കിയപ്പോൾ ഇവിടെ ഫുള്ള് കാട്. ഇത് നോക്കി, ഇതൊരു എയർപോർട്ടാ. എന്ത് രസമല്ലേ, കിടിലല്ലേ, അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തേക്കണം. ഫുള്ള് ഇതൊക്കെ ഒറിജിനൽ ചെടിയാ. വേണ്ട, എയർപോർട്ടിൻ്റെ ഉള്ളിൽ മൊത്തം ചെടിയും പനമരവും ഒക്കെ. ഇതൊക്കെ ഇങ്ങനെ ഇത് കൊണ്ടുവന്ന് വെച്ചായിരിക്കും അല്ലേ? ഇത്രയും വളരാൻ സാധ്യതയില്ലല്ലോ. നമ്മളെ സിംഗപ്പൂരിൻ്റെ യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നത് ഈ എയർപോർട്ടിൽ നിന്ന് തന്നെയാണ്. ആ സമയത്ത് നമുക്ക് വിശുദ്ധമായിട്ട് എയർപോർട്ട് കാണാം കേട്ടോ. ഇവിടുത്തെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് അറിയാമോ? അപ്പോൾ എന്തായാലും ആ സമയത്ത് കാണാം. ഇപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ്, എയർപോർട്ടിൻ്റെ പുറത്തേക്ക് പോവാം. ശരിക്കും ഉണ്ടല്ല, ഞാൻ ഈ എയർപോർട്ടിൽ വന്നിട്ട് എയർപോർട്ടിലെ പല കാഴ്ചകളും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ന്യൂസിലാൻഡ് പോയില്ലേ, ന്യൂസിലാൻഡ് കഴിഞ്ഞിട്ട് ഞാൻ പാപ്പുവ ന്യൂഗിനി പോയി, അതിനുശേഷം ഓസ്ട്രേലിയ വന്നു. തിരിച്ച് നാട്ടിൽ പോണ വഴി സിംഗപ്പൂരാണ് ഇറങ്ങിയിട്ട് ഈ എയർപോർട്ട് മൊത്തം നമ്മൾ കണ്ടതാണ്. സിംഗപ്പൂർ എയർപോർട്ടിൽ ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ്ട നമ്മൾ പോകുന്ന ബസ്. നമുക്ക് നൈസായിട്ട് ബസ്സിൽ കയറാം. ലഗേജൊക്കെ എല്ലാം ഡിക്കി കയറ്റി. ഹായ്, ഹലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പിലെ ടൂർ ഗൈഡ്, കുമാർ എന്നാണ് പേര്. അപ്പോൾ വെൽക്കം ടു സിംഗപ്പൂർ. സിംഗപ്പൂർ എന്ന് പറയുന്നത് ഒരു ദ്വീപ രാഷ്ട്രമാണ്. 59 ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന ഇവിടെ നമ്മുടെ തമിഴ് ഭാഷയില്ലേ, അതിവിടെ ഔദ്യോഗിക ഭാഷയാണ്. തമിഴ് കൂടാണ്ട് ഇംഗ്ലീഷ് ഉണ്ട്, മലയ ഉണ്ട്, പിന്നെ ചൈനീസ് ഭാഷയായിട്ടുള്ള മാൻഡ്രിൻ, അതും ഇവിടെ ഔദ്യോഗിക ഭാഷയാണ്. ജനസംഖ്യയിൽ 74% ആൾക്കാർ ചൈനക്കാരാണ്, 13% ആൾക്കാർ മലയക്കാരും, 9% ആൾക്കാർ ഇന്ത്യക്കാരുമാണ്. പിന്നെ ജനസംഖ്യയിൽ 31% ആൾക്കാർ ബുദ്ധമതത്തിൽ വിശ്വസിക്കുകയും 18% ആൾക്കാർ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുകയും പിന്നെ മറ്റു മതങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ജനസംഖ്യയിൽ 20% ആൾക്കാർ മതങ്ങളിലൊന്നും വിശ്വസിക്കാത്ത നാടാണ് സിംഗപ്പൂർ. ഇന്ന് ഏഷ്യയിലെ ഏറ്റവും പവർഫുൾ പാസ്പോർട്ട് ഉള്ളത് സിംഗപ്പൂരിന്റെ ആണ് കേട്ടോ. ഇവിടെ സിംഗപ്പൂർ ഡോളറാണ് കറൻസി. ഈ സിംഗപ്പൂർ ബ്രിട്ടീഷുകാരിൽ നിന്നും മലേഷ്യയിൽ നിന്നും കേട്ടോ സ്വാതന്ത്ര്യം നേടിയത്. സിംഗപ്പൂരിന് 800 വർഷത്തെ ചരിത്രം പറയാനുണ്ട്. അന്നത്തെ കാലത്ത് ഇവിടെ മീൻപിടുത്തക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്ക സമയത്തും ചൈനയിലെ അവസാന രാജവംശമായിരുന്ന ക്വിങ് ഡൈനാസ്റ്റിയുടെ കാലത്ത് ചൈനയിൽ നിന്ന് ഒരുപാട് ആൾക്കാരാണ് സിംഗപ്പൂരിലോട്ട് കുടിയേറിയത്. അതിന് പ്രധാന കാരണം ചൈനയിലെ അന്നുണ്ടായിരുന്ന ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം അന്വേഷിച്ചാണ് ഈ ചൈനക്കാർ സിംഗപ്പൂരിലോട്ട് കുടിയേറിയത്. അങ്ങനെയാണ് ചൈനക്കാർ ഇവിടെ എത്തുന്നത്. പക്ഷെ സിംഗപ്പൂരിലോട്ട് ആദ്യം കുടിയേറിയത് ആരാന്നറിയാമോ? വേറെ ആരുമില്ല, നമ്മുടെ ഇന്ത്യക്കാരായിരുന്നു. കൊൽക്കത്തയിൽ നിന്നുള്ള ഹിന്ദുക്കളാണ് സിംഗപ്പൂരിലോട്ട് ആദ്യമായിട്ട് കുടിയേറി വന്നത്. പിന്നീടാണ് ചൈനക്കാർ വരുന്നത്. ഈ സിംഗപ്പൂരിന്റെ പഴയ പേരെന്താണെന്നറിയാമോ? തെമാസാക്ക് എന്നായിരുന്നു. പഴയ ജാവനീസ് മലയ് സാഹിത്യങ്ങളിൽ ഈ സിംഗപ്പൂരിനെ വിശേഷിപ്പിക്കുന്നത് തെമാസാക്ക് എന്നാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സീ ടൗൺ എന്നാണ്, അല്ലെങ്കിൽ കടൽ നഗരം. പിന്നീട് സാന്നില ഉത്തമ എന്ന് പറയുന്ന ഒരു സുമാത്രൻ രാജകുമാരൻ ഇവിടെ വരികയും ഇവിടെ സിംഗ എന്ന് വിളിക്കുന്ന ഒരു സിംഹത്തെ കാണുകയും അങ്ങനെ അദ്ദേഹം ഈ ഒരു ദ്വീപിന് സിംഗപ്പൂര എന്ന് പേര് നൽകുകയും ചെയ്തു. ഇത് സംസ്കൃത ഭാഷയാണ് കേട്ടോ. സംസ്കൃതത്തിൽ സിംഹനഗരം അല്ലെങ്കിൽ ലയൺ സിറ്റി എന്നാണ് അതിന് അർത്ഥം വരുന്നത്. അപ്പോൾ ആ സിംഗപ്പൂരിൽ നിന്നാണ് ഇന്നത്തെ സിംഗപ്പൂർ എന്ന് പേര് വന്നത്. ശരിക്കും ഈ സിംഗപ്പൂർ എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം ജില്ലയുടെ അത്രയും പോലും വലിപ്പമില്ലാത്ത ഈ ഒരു സ്ഥലം ഇന്ന് ഒരു വികസിത രാജ്യമാണ്. ഇവരിവിടെ വേസ്റ്റ് ഉപയോഗിച്ച് ഒരു ദ്വീപ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേരാണ് സെമാക്കൗ ദ്വീപ്. പിന്നെ സിംഗപ്പൂരിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് കയറ്റുമതി. ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള ചരക്ക് തുറമുഖം സിംഗപ്പൂരാണ്. ബിസിയസ്റ്റ് കാർഗോ സീപോർട്ട് ഇൻ ദ വേൾഡ് എന്നാണ് ഈ സിംഗപ്പൂരിനെ അറിയപ്പെടുന്നത്. പിന്നെ ഈ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങും മെഷീനറിയും ടൂറിസവും ഒക്കെ ഇവരുടെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് കേട്ടോ. നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന റെസ്റ്റോറൻ്റ് ആണ് സ്പൈസ് ഗ്രിൽ.
ഇവിടെ പല സ്ഥലത്തും തമിഴ് ഭാഷയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബസ്സിനകത്ത് തമിഴ് റേഡിയോ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ തമിഴ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജിൽ തമിഴും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇഡ്ഡലി ഉണ്ട്, സാമ്പാറുണ്ട്, കടലക്കറി ഉണ്ട്, പൂരി ഉണ്ട്, ജ്യൂസ് ഉണ്ട്, ചായ, കാപ്പി, ഉപ്മാവ്, പിന്നെ മുട്ട പൊരിച്ചത്, അങ്ങനെ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. ആ നേരെ കാണുന്നത് ഫെറർ പാർക്ക്, അതൊരു ഹോസ്പിറ്റലാണ് ഈ കാണുന്ന വലിയ ബിൽഡിങ്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. നമ്മൾ ഇവനൊരു ബ്രഷ് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് എടുക്കാനായിട്ട് മറന്നുപോയി. കുഴപ്പമില്ല, ഇവിടെ മാർക്കറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് സിംഗപ്പൂരിലെ ഒരു സാധാരണ സൂപ്പർ മാർക്കറ്റ്. എല്ലാ സാധനങ്ങളും കിട്ടും. ബ്രഷിനൊക്കെ എത്രയാണ് റേറ്റ് ആവോ ദൈവത്തിന് അറിയാം. നോക്കട്ടെ ഇതിന് എത്ര റേറ്റ്? $3.70 കേട്ടോ. $3.70 എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ ഡോളറാണ് കേട്ടോ. 220 രൂപ. 220 രൂപയുടെ എത്ര രൂപ കിട്ടും? എത്ര 50 രൂപ കിട്ടുമായിരിക്കും. എനിക്കറിയാൻ വരത്തില്ല, 50 രൂപ വരത്തില്ല. അത്ര ഇല്ലായിരിക്കും, അല്ല 20 രൂപ 30 രൂപയൊക്കെ ഉണ്ടാവുള്ളായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ 220 രൂപ എടുത്ത് ബ്രഷ് മേടിച്ചിരിക്കുകയാണ്. ഞാനല്ലേ മറന്നുപോയി ഇങ്ങനെ ഇരിക്കും. നമ്മൾ സിംഗപ്പൂർ വരുമ്പോൾ മസ്റ്റ് ആയിട്ട് നമ്മളെ സംഗതികളെ എന്ത് ചെറിയ സംഗതികളായാലും ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന നിർബന്ധമാണ്. അല്ല എൻ്റെ ബാഗിൽ എപ്പോഴും മറ്റേ നഖംപട്ടി വരെ ഉണ്ടാവും. ഞാൻ ഫുൾ പാക്കായിട്ട് നടക്കണം. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇവിടെ മസാല ദോശ, ബിരിയാണി, മീൽസ്, വട ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കണം. ഇവിടെ എഴുതിയേക്കണമൊക്കെ ഇന്ത്യൻ മുസ്ലിം ഫുഡ്, നോൺ വെജ്, വെജ് എല്ലാ സംഭവം ഉണ്ട്. ഇവിടെ ഒരു കരിക്കൊക്കെ ഇരിക്കുന്നത് $3. ഇവിടെ കരിക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. കരിക്കിന് $3, ഏകദേശം ഒരു 185 രൂപ ആ റേറ്റ് വരും ഇന്ത്യൻ മണി. വെസ്റ്റേൺ ഫുഡ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ട്, പിന്നെ ഡക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പല സംഭവങ്ങളുണ്ട്. നമ്മൾ വെറുതെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടപ്പോൾ കയറി നോക്കിയതാണ്. നേരെ അപ്പുറത്താണ് നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലം കേട്ടോ. കാണുന്ന റോഡിന്റെ ഭാഗം കണ്ട ഇവിടെ എമർജൻസി സിറ്റുവേഷൻ വരാൻ നേരത്ത് ഇത് എയർപോർട്ടാക്കി മാറ്റും. അതായത് നമ്മുടെ ഉത്തർപ്രദേശിലേക്ക് കണ്ടിട്ടല്ലേ ഫ്ലൈറ്റ് വന്നിട്ട് റോഡിൽ ഇറക്കാൻ പറ്റുന്ന സംവിധാനം. ഈ സിംഗപ്പൂര് ഒരു ബിസിനസ് ഫ്രണ്ട്ലി കൺട്രി ആണ് കേട്ടോ. 2023 ഹെറിറ്റേജ് ഫൗണ്ടേഷന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയില് തുടർച്ചയായിട്ട് 3-ാം വർഷവും സിംഗപ്പൂരാണ് ലോകത്ത് 1-ാം സ്ഥാനത്ത് എത്തിയത്. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. സിംഗപ്പൂരിലെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടല്ല, ഗ്ലാസുകൾ ഉപയോഗിച്ചിട്ടാണ്. ഈ വർഷം മുഴുവനും ഏതാണ്ട് ഒരേ കാലാവസ്ഥ ആയതുകൊണ്ട് ഇത്തരത്തിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഇവർക്ക് പറ്റും. പിന്നെ വേറെ കാര്യമുള്ളത്, സിംഗപ്പൂരിൽ നമ്മൾ ശ്വസിക്കുന്ന വായു ഒഴിച്ച് എല്ലാത്തിനും പൈസ കൊടുക്കണം. ചെറിയൊരു രാജ്യമാണ്. ഞാൻ നേരത്തെ പറയില്ല, എറണാകുളം ജില്ലയുടെ അത്ര പോലും വലിപ്പമില്ല. അതുകൊണ്ട് ഈ അവശ്യ സാധനങ്ങൾക്ക് മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് കുടിവെള്ളമൊക്കെ മലേഷ്യയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അതുപോലെ എല്ലാ സാധനങ്ങളും മേടിക്കണം. സിംഗപ്പൂരിലെ ഒരു പ്രധാന പ്രശ്നമാണ് കുടിവെള്ളമെങ്കിലും ഇവിടുത്തെ ഏത് ടാപ്പിലെ വെള്ളവും നമുക്ക് കുടിക്കാം. പിന്നെ സിംഗപ്പൂർ വരുമ്പോൾ ഇവിടുത്തെ നിയമങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാണുന്ന സ്ഥലത്തൊക്കെ തുപ്പുക, വേസ്റ്റ് എറിയുക, കുപ്പിയൊക്കെ വലിച്ചെറിയുക, പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ അനാവശ്യമായിട്ട് ഹോൺ അടിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ ഫൈൻ ആയിരിക്കും കിട്ടുക. $500 തൊട്ട് $5000 വരെയാണ് ഫൈന്. അതായത് ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 30,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ ഫൈൻ കിട്ടും. പിന്നെ നടന്ന് റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സിഗ്നൽ നോക്കണം, സീബ്ര ലൈൻ നോക്കണം, ഇല്ലെങ്കിൽ അതിനും കിട്ടും ഫൈന്. ഈ സിംഗപ്പൂര് കാൽനടക്കാർക്കല്ല മുൻഗണന, ഡ്രൈവർമാർക്കാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാൽനടക്കാർക്ക് മുൻഗണന എന്ന് പറയുമല്ലോ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഫസ്റ്റ് ഡ്രൈവർ ദെൻ വോക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും. പിന്നെ ഈ സിംഗപ്പൂർ ഫോളോ ചെയ്യുന്നത് യൂറോപ്യൻ ലിവിങ് സ്റ്റാൻഡേർഡ് ആണ്. ഇവിടെ ഈ ഡൈവോഴ്സ് റേറ്റ് ഒക്കെ ഭയങ്കര കൂടുതലാണ് കേട്ടോ. പിന്നെ ഇവിടെ വിദ്യാഭ്യാസം നിർബന്ധമാണ്, മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫ്രീ ആണ്. ആളുകൾക്ക് വീടൊക്കെ വെച്ചു കൊടുക്കുന്നത് ഗവൺമെന്റ് തന്നെയാണ്. വീടെന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലാറ്റ് ആയിരിക്കും കൂടുതൽ, കാരണം ഇവിടെ സ്ഥലമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പല പ്രമുഖരും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വരുന്നത് സിംഗപ്പൂരാണ്. നമ്മുടെ രജനികാന്തും തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയും പിന്നെ വിജയകാന്തൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നത് സിംഗപ്പൂരാ. പിന്നെ നമ്മുടെ ഡൽഹിയിലെ നിർഭയ കേസില്ലേ, ആ കേസിലെ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടീനെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നത് സിംഗപ്പൂരാണ്. പിന്നെ കുറെ ഇന്ത്യൻ സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ എടുത്തു പറയേണ്ടതാണ് ഹൃത്തിക് റോഷന്റെ കൃഷ് എന്ന് പറയുന്ന സിനിമയിലെ. അത് ഇവിടുത്തെ സൺ സിറ്റി എന്ന് പറയുന്ന ഭാഗത്തൊക്കെ ഒരുപാട് സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിംഗപ്പൂരിലെ വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ഉള്ളവർ മലേഷ്യയിലും ഇന്തോനേഷ്യയിലൊക്കെയാണ് പോകുന്നത്. മലേഷ്യ ഇവിടെ തൊട്ടടുത്താണ്, നമുക്കറിയാലോ. അതുപോലെ ഇന്തോനേഷ്യയും തൊട്ടടുത്താണ്. ശരിക്കും ഇന്തോനേഷ്യയിലോട്ട് പോകാനായിട്ട് 20 മിനിറ്റ് മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷെ അത്രേ ഉള്ളൂ. ശരിക്കും ഈ സിംഗപ്പൂരിൽ നിന്ന് നമ്മൾ നോക്കാൻ നേരത്ത് തൊട്ടപ്പുറത്തൊക്കെ കാണുന്നത് ഇന്തോനേഷ്യയുടെ ദ്വീപുകളാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ജസ്റ്റ് വല്ല വഞ്ചിയോ ബോട്ടൊക്കെ എടുത്ത് പോകാനായിട്ട് 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇന്തോനേഷ്യ എത്താം. പക്ഷെ ഇന്തോനേഷ്യയിലെ പ്രധാന സിറ്റിയിലോട്ടൊക്കെ പോകാനായിട്ട് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ടെർമിനലിലോട്ട് വന്നേക്കാണ്.
നമുക്ക് ആദ്യം ബാഗ് ചെക്ക് ഇൻ ചെയ്യണം. നമ്മുടെ ബാഗ് ഇവിടുന്ന് എടുത്ത ശേഷം ഇവിടെ കണ്ട ബാഗേജ് ചെക്ക് ഇൻ, ഇവിടെ ബാഗ് കൊടുക്കണം, അത് ചെക്ക് ഇൻ ചെയ്യണം. ഇവിടുന്ന് ഓട്ടോമാറ്റിക്കലി നമ്മുടെ റൂമിലോട്ട് ഷിപ്പിലോട്ട് ആ ബാഗ് പൊക്കോളും. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഹാൻഡ് ലഗേജ് ആയിട്ട് നമ്മുടെ കയ്യിൽ തന്നെ വെക്കാം. മെയിൻ ബാഗ് കൊടുത്തു വിടാം. അതാണ് എല്ലാവരും ചെയ്യണം കേട്ടോ. വല്ല മെഡിസിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ വെക്കണതാണ് നല്ലത്. നമ്മൾ റൂമിലോട്ട് കയറുമ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിയും. ഇപ്പോൾ സമയം 11 മണി ആവുന്നുള്ളൂ. ചെക്കിങ്ങും പരിപാടിയൊക്കെ ആവാൻ തന്നെ ഏകദേശം 1.5 മണിക്കൂർ എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം. നമ്മൾ ഏകദേശം ഫ്ലൈറ്റിലൊക്കെ എങ്ങനെയാണ് കയറുന്നത് അതേപോലത്തെ ചെക്കിങ്ങും ഇമിഗ്രേഷനും ഒക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പരിപാടി എന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ബാഗ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്യൂ നിൽക്കുകയാണ്. ഇത് കണ്ട നമ്മൾ ഫ്ലൈറ്റിൽ എങ്ങനെയാണോ ബാഗ് ഡ്രോപ്പ് ചെയ്യുന്നത് ഏകദേശം അതേപോലെയൊക്കെ തന്നെ ഇവർക്ക് ബാഗ് നമ്മൾ കൊടുക്കണം. അത് ഓട്ടോമാറ്റിക്കലി ഷിപ്പിലോട്ട് വന്നോളൂ കേട്ടോ. ടാഗൊക്കെ ഇടുന്നുണ്ട്. നമ്മുടെ ഷിപ്പിലെ റൂം നമ്പർ ഇല്ലേ അത് നോക്കിയിട്ടാണ് ഇവിടെ ടാഗ് അടിക്കണത്. ഫിനിഷ്, താങ്ക് യു. അപ്പോൾ ബാഗൊക്കെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത ശേഷം ഇനി കപ്പലിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെർമിനലിലോട്ട് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകാണ്ട. നമുക്ക് എല്ലാവർക്കും തൊപ്പി തന്നിട്ടുണ്ട്, ഒരു മഞ്ഞ തൊപ്പി. ഈ തൊപ്പി വെച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഗ്രൂപ്പിനെ തിരിച്ചറിയാം. അതുപോലെ ID കാർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ID കാർഡും തൊപ്പിയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമ്മൾ ഒറ്റ ഗ്രൂപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് എൻ്റർ ചെയ്യാനൊക്കെ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻട്രൻസ് ഒന്നിൽ കൂടി നമ്മൾ അകത്തോട്ട് കയറാണ്. പറ്റല്ലേ ഇവിടെ പാസ്പോർട്ടൊക്കെ കാണിക്കേണ്ടി വരും ഈ ഭാഗത്ത്. എസ്കലേറ്ററൊക്കെ കയറി വേണം പോകാൻ. ശരിക്കും എയർപോർട്ട് പോലെ തന്നെ ഉണ്ടല്ലേ പ്രൊസീജിയറൊക്കെ ഇനി തുടങ്ങുന്നുണ്ട്. മറ്റേ ഇമിഗ്രേഷൻ പരിപാടിയൊക്കെ ഉണ്ടെന്ന് അതെ അല്ലേ. അപ്പൊ ഈ ചേച്ചി നമ്മുടെ കോട്ടയംകാരിയാണ്. പേരെന്താ? റാണി. പിന്നെ കായംകുളം, എറണാകുളം. നിങ്ങൾ ഓരോ ജില്ലക്കാരാണ്. പല ജില്ലയിൽ നിന്നാണ് ആൾക്കാർ വന്നത്. ഇതെന്താണ് ക്യൂ കറക്റ്റ് എയർപോർട്ട് സെക്യൂരിറ്റി ചെക്ക് പോലെ ഉണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ ഗൈഡ് കുമാരേട്ടൻ. അപ്പോൾ ഇവിടെ നമ്മുടെ പാസ്പോർട്ട് കാണിക്കണം. അതേപോലെ നമ്മുടെ വിസ കോപ്പി, നമുക്ക് സിംഗപ്പൂർ വിസ ഉണ്ടല്ലോ, വിസ എടുക്കണം. റിട്ടേൺ ടിക്കറ്റ് കാണിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ നമ്മുടെ ഷിപ്പിന് ഒരു എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ് ഉണ്ട്. റിട്ടേൺ ടിക്കറ്റ് അതേപോലെ തന്നെ നമ്മുടെ വിസയും അത് മാത്രം മതി അല്ലേ? റിട്ടേൺ ടിക്കറ്റ് ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഷിപ്പിൻ്റെ ഒരു ടിക്കറ്റ് ഉണ്ട്, അതും കാണിക്കണം. നമ്മുടെ അത് ബോർഡിംഗ് പാസ്സാണ്. അതേപോലെ തന്നെ നമ്മുടെ വിസയുടെ കോപ്പിയും കാണിക്കണം. പിന്നെ പാസ്പോർട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഷിപ്പിൻ്റെ ബോർഡിംഗ് പാസ് കേട്ടോ. ഇതൊന്നും നമ്മൾ പ്രത്യേകിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവർ നമുക്ക് വേണ്ടിയിട്ട് എല്ലാം പ്രിൻ്റ് എടുത്ത് തന്നിട്ടുണ്ട്. വിസയുടെ കോപ്പിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചാൽ മാത്രം മതി. നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ മണി എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ 2 ലൈനായിട്ട് നമ്മൾ അകത്തോട്ട് പോവാണ്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. 14,000-ലധികം ആൾക്കാർ കയറുന്ന ഷിപ്പാണല്ലോ. നമ്മുടെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ഇനി ഇമിഗ്രേഷനിലോട്ട് പോകണം. ഇവിടെ മറീന ബേ ക്രൂയിസ് സെൻറ്റർ എന്ന് എഴുതിയിട്ടുണ്ട് സിംഗപ്പൂർ. വേറൊരു കാര്യം അറിയാം, ഈ ചില്ലിൻ്റെ ഇടയിൽ കൂടെ അപ്പുറം കാണുന്നത് കപ്പലാണ്, ഷിപ്പ്. വെൽക്കം ടു റോയൽ കരീബിയൻ സ്പെക്ട്രം ഓഫ് ദ സീസ്. നമുക്കിനി ഇമിഗ്രേഷനിലോട്ട് പോകാം. ആ മുകളിലാണ് ആ കാണുന്ന കൗണ്ടറുകൾ കണ്ട, അവിടെയാണ് നമുക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. നമ്മളെ കപ്പലിലോട്ട് ചെക്ക് ഇൻ ചെയ്യാണ്. പാസ്പോർട്ട് കൊടുത്തു. ആ പാസ്പോർട്ട് ലാസ്റ്റ് ഡേ തിരിച്ചു വരുള്ളൂ, ഇപ്പം തരില്ല. ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ഷിപ്പിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാം. ഷിപ്പിൻ്റെ ശരിക്കുള്ള ഷിപ്പല്ല, അവിടെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, അതിനൊപ്പം ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. കണ്ടാ ഈ കൗണ്ടറിൽ എന്താ സംഭവം എന്ന് അറിയാമോ? ഇത് ഇമിഗ്രേഷൻ അല്ല, ഇത് നമ്മൾ ചെക്ക് ഇൻ ചെയ്യില്ല. നമ്മൾ എയർപോർട്ടിൽ പോയി ബോർഡിംഗ് പാസ് എടുക്കില്ല, അതേപോലത്തെ പരിപാടിയാണ്. നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ ഡോക്യുമെൻറ്റും മറ്റേ ഷിപ്പിലെ ബോർഡിംഗ് പാസ്സൊക്കെ ഇല്ല, അതൊക്കെ ഇവിടെ ചെക്ക് ചെയ്യും. അതിനുശേഷം പാസ്പോർട്ട് അതൊക്കെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമുക്ക് തിരിച്ചു തന്ന് പാസ്പോർട്ട് ഇവർ മേടിച്ച് വെക്കും കുറച്ച് കഴിയുമ്പോൾ. അത് എനിക്ക് വേണമെങ്കിൽ ഇമിഗ്രേഷനിലാണോ ഷിപ്പിലാണോ എന്നറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ പനി ഉണ്ടോയെന്നൊക്കെ ചോദിച്ചേട്ടാ, പനി എന്തെങ്കിലും കയറ്റില്ല. അപ്പോൾ ചെക്കിങ് കഴിഞ്ഞ ശേഷം നമുക്കിത് ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് വേണം ഒന്നിച്ച് ഇമിഗ്രേഷനിലോട്ട് പോയിരിക്കും. നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഉണ്ടല്ല ഷിപ്പ് കാണാൻ പറ്റുണ്ടായിരിക്കും. ഈ കാണുന്ന ഗ്ലാസിൻ്റെ ഇടയിൽ കൂടി അപ്പുറം കാണുന്ന ഷിപ്പാണ്. ഷിപ്പിൻ്റെ എൻ്റെ ഫോണിൻ്റെ അതൊരു ബിൽഡിംഗ് ആണെന്ന് തോന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെക്കിന് കഴിഞ്ഞ് ഇമിഗ്രേഷൻ്റെ കൗണ്ടറിലോട്ട് പോകാണ്ട. ഹായ് 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 ഹായ്. ഇത് കണ്ട, ഇതാണ് ഇമിഗ്രേഷൻ കൗണ്ടർ കേട്ടോ. അങ്ങോട്ട് പോകണം. വെൽക്കം ടു സ്പെക്ട്രം ഓഫ് ദ സീസ്. അപ്പോൾ നമ്മൾ എക്സിറ്റ് അടിച്ചിട്ടാണ് സിംഗപ്പൂരിലെ ഇമിഗ്രേഷനെ കഴിഞ്ഞു. നമ്മൾ ഷിപ്പിലോട്ട് കയറുകയാണ്. ഇവിടെ ഇനി പാസ്പോർട്ട് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ട എഴുതിയിട്ടുണ്ട്. പാസ്പോർട്ട് അവർ മേടിച്ച് വെക്കും. അതുപോലെ നമ്മുടെ ഷിപ്പാണ് തൊട്ട് ഇപ്പുറത്ത് കിടക്കണത്. കണ്ട, ഇതിൻ്റെ ആകെയുള്ള പ്രശ്നം ഷിപ്പിൻ്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ എയർപോർട്ടിൽ മറ്റേ എയറോ ബ്രിഡ്ജിൽ കയറില്ല, അതേപോലത്തെ ഈ സ്ഥലത്ത് കൂടി നമ്മൾ ഷിപ്പിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറണം. അതുകൊണ്ട് ഷിപ്പിൻ്റെ മുൻഭാഗത്ത് നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. ഇനി അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം. എന്തായാലും കിടക്കുന്ന ഷിപ്പ് മോനെ കയറാൻ പോവാണ്. അവിടെ നിന്ന് നമ്മുടെ
പാസ്പോർട്ട് അവർ മേടിച്ച് വെച്ച് ദേ കിടക്കണം മോനെ ഷിപ്പ്. എൻ്റെ മോനെ നോക്കി എന്ത് പൊക്കോലേ. ആദ്യത്തെ പരിപാടിയാണ് നമ്മുടെ ജീവിതത്തിൽ. ആദ്യമായിട്ടാണ് ഒരു ക്രൂസ് ഷിപ്പിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് കോസ്റ്റാ വിക്ടോറിയ എന്ന് പറയുന്ന ഷിപ്പിൽ നമ്മൾ കയറിയിട്ടുണ്ട്. പക്ഷെ അത് ചെറുതായിരുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ ഷിപ്പാണ്. അതിനകത്താണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മുടെ പാസ്പോർട്ട് ഇപ്പോൾ മേടിച്ച് വെച്ചില്ലേ, അത് ഈ ഒരു ക്രൂയിസ് കഴിയുമ്പോൾ ലാസ്റ്റ് ഡേ നമുക്ക് തരും. കാരണം ഇവിടെ എന്തെങ്കിലുമൊക്കെ ബില്ലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മദ്യമൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണം. അതുപോലെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പല സാധനങ്ങളും ചാർജബിൾ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം പൈസ കൊടുക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് പാസ്പോർട്ട് കിട്ടുള്ളൂ. പിന്നെ വല്ല ഉടായ്പം കാണിച്ചാൽ നമുക്ക് പോകാൻ പറ്റില്ല, പാസ്പോർട്ടൊക്കെ ഒരു ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ പാസ്പോർട്ടൊക്കെ മേടിച്ച് ഇവിടെ വെക്കുന്നത്. എൻ്റെ പോലെ നമ്മൾ ഷിപ്പിൻ്റെ ഉള്ളിൽ കയറി. ഇത് കണ്ട ഒരു രക്ഷയില്ലട്ടാ, കിടില സംഭവം. ഇതിൻ്റെ ഉള്ളിൽ കയറിയത് ആക്ച്വലി അറിഞ്ഞില്ല. ഇവിടെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു, ചെക്ക് ഇൻ ചെയ്യണം. മീൻസ് നമ്മൾക്കൊരു ബോർഡിംഗ് പാസ് ഉണ്ടല്ലോ, അപ്പോൾ അത് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയേക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മൾ 2ാമത്തെ ഡെക്കിലോട്ടാണ് കയറിയേക്കണത്. എത്ര ഡെക്കെന്ന് അറിയില്ല, കണ്ടുപിടിക്കണം ഇനി ഓരോന്ന്. 10-16 നിലയുണ്ടല്ലോ. അപ്പോൾ അവിടെയാണ് സ്കാൻ ചെയ്യുന്ന സ്ഥലം. അവിടെ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി. വേണ്ട ഇവിടെ എന്തൊക്കെ ഇത് ലിഫ്റ്റൊക്കെ ഉണ്ട്, ഫുള്ള് കളർഫുള്ളാണ്. എൻ്റെ മോനെ ഇതേ ഇവിടെ വൈഫൈന് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ഇൻ്റർനെറ്റ് എടുക്കേണ്ട സ്ഥലം. ഇൻ്റർനെറ്റിനൊക്കെ ഭയങ്കര പൈസ ആയിരിക്കും, സാറ്റലൈറ്റ് നെറ്റ് അല്ലേ. ഇതിൻ്റെ ഉള്ളിലെത്തുമ്പോൾ ആദ്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഈ A1, B1, A2, A3 എന്നൊക്കെ പറഞ്ഞിട്ട് പല ഗ്രൂപ്പായിട്ട് ആൾക്കാർ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോർഡ് വെച്ച സ്ഥലത്ത് നമ്മൾ ചെല്ലണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ആ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരും. അതായത് മറ്റേ ജാക്കറ്റ് ഇടേണ്ടതിനെക്കുറിച്ചും സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് എല്ലാം പറഞ്ഞത്. ഇത് കഴിഞ്ഞാലേ നമുക്ക് റൂമിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ കാണുന്നതേ ഒരു തിയേറ്ററാണ്. എൻ്റെ പോലെ പ്രോഗ്രാമൊക്കെ എന്തായാലും വൈകിട്ടായിരിക്കും. അപ്പോൾ സേഫ്റ്റിയുടെ പരിപാടികളൊക്കെ പറഞ്ഞു തന്നു. അതിനുശേഷം 14ാമത്തെ ഡെക്കിൽ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടും, ലഞ്ച് കിട്ടും എന്നാണ് പറയുന്നത്. പോയി നോക്കാം. അതിന് മുമ്പ് റൂം കിട്ടുമോ? നമ്മളങ്ങനെ ലിഫ്റ്റ് കയറി 14ാം നിലയിലോട്ട് വന്നേക്കാണ്ട. എൻ്റെ പോലെ ഇത് വിഞ്ചാമർ എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. അതായത് ഇതൊരു റെസ്റ്റോറൻറ്റ് ഏരിയ, പൂൾ ബാറൊക്കെ ഉണ്ട്. അമ്പോ ഇവിടെ നോക്കുമ്പോൾ സിംഗപ്പൂരിൻ്റെ പോർട്ട് ഏരിയ കാണാം കേട്ടോ. കുറേ ഷിപ്പൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ദൈവമേ പൊളിക്കും. ഷിപ്പ് എന്തായാലും വൈകിട്ട് 4 മണിക്ക് എടുക്കുകയുള്ളൂ. ഇപ്പോൾ സമയം 1 മണി ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം, എന്നിട്ട് ഓരോ സ്ഥലങ്ങളൊക്കെ കാണാം. ഈ 3 ദിവസം കൊണ്ട് ഇത് കണ്ടു തീരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാക്സിമം നമുക്ക് ഓടിച്ചിട്ട് കാണാം എന്തായാലും. ഇവിടെ ഒരു പൂളുണ്ട്, പൂൾ ബാറാണ് ഈ കാണുന്നത്. പൂൾ ബാർ വെള്ളത്തിൽ കിടന്ന് വെള്ളമടിക്കാനുള്ള സെറ്റപ്പ് ആണോന്ന്. ഓ ഇവിടെ വേറൊരു പൂള്, സേഫ്റ്റിയുടെ എന്തോ ക്ലാസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, വിളിച്ചു പറയുന്നുണ്ട്. ഇവിടെ ഒരു ജക്കൂസി ഉണ്ട്. ഈ കാണുന്ന ബാറാണ്. ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന മറ്റേ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കയറി കളിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നോക്കാം, സമയമുണ്ടല്ലോ. തൊട്ടപ്പുറത്ത് വലിയ ഷിപ്പ് കിടപ്പുണ്ടല്ലോ. ഈ കാണുന്നതാണ് ടെർമിനൽ. ഇവിടെ നിന്നാണ് നമ്മൾ ഷിപ്പിലോട്ട് കയറിയേക്കണം. തൊട്ടപ്പുറത്ത് വേറൊരു ഷിപ്പും കൂടി കിടപ്പുണ്ട് കണ്ടാ. ഓ അതിനൊക്കെ നീളം നോക്കി. സിംഗപ്പൂർ നഗരം കണ്ടാ, അടിപൊളിയാണ്. ഇവിടെ കുറേ ഷിപ്പുകൾ ഇങ്ങനെ നങ്കൂരിട്ട് കിടപ്പുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയെന്ന് അറിയാമോ? ഈ ഷിപ്പിൻ്റെ നമുക്ക് വരാൻ പറ്റുന്ന ഏറ്റവും മുമ്പിൽ. ഇത് കണ്ടാ, എൻ്റെ പോനെ കടലിൽ കൂടി പോകുമ്പോൾ ഇവിടെ വരാട്ടോ. അടിപൊളി കാഴ്ചയായിരിക്കും. നേരെ മുമ്പിൽ കാണുന്നത് സിംഗപ്പൂർ നഗരം. നമുക്ക് ഇങ്ങോട്ട് പോവാല്ലേ? ആ ഇവിടെ പോകാൻ പറ്റും. ഇവിടെ കസേര കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോകണമെങ്കിൽ പൈസ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം എന്തായാലും. എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ എന്ന് നടന്നത് കണ്ടു തീരാനാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ വന്നിരിക്കാം അല്ലേ? ഇത് ആക്ച്വലി ഈ ഷിപ്പ് മുഴുവൻ AC ആണ് കേട്ടോ. ഇത് പുറത്തോട്ടുള്ള ഭാഗമാണ്. അങ്ങോട്ട് തുറക്കം കണ്ട്. ഇത് കാറ്റ് വരുമ്പോൾ നല്ല പവറായിരിക്കും ഈ ഡോറിനൊക്കെ. ഓ ഇത് പുറത്ത് വന്ന് ഇങ്ങനെ നിൽക്കാം. അടിപൊളി അല്ലേ? അടിപൊളി. നോക്കി ഇത് ഷിപ്പിൻ്റെ ഹൈറ്റ് നോക്കി. ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടാ. ആൾക്കാർ നോക്കിയാൽ അതില് കുഞ്ഞ ആൾക്കാർ കണ്ട, അത്രേ ഉള്ളൂ. അവിടെ ഫ്ലൈറ്റ് ഇറങ്ങുന്നു. നമ്മൾ വന്ന സ്ഥലമാണ്. ആ ദൂരെ ഫ്ലൈറ്റ് ഇറങ്ങുന്നുണ്ട്. അവിടെ നമ്മൾ കറങ്ങി തിരിഞ്ഞാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നേക്കണം. സിംഗപ്പൂരിൻ്റെ എല്ലാ കിടിലം ബിൽഡിങ്സും കാണാതെ, മറ്റേ സ്വിമ്മിംഗ് പൂളുള്ള ബിൽഡിങ്, മറ്റേ റൗണ്ട് മറ്റേ കറങ്ങുന്ന സാധനം ഇതുണ്ടോ, അടിപൊളി. ഇതാണ് റെസ്റ്റോറൻറ്റ്, വിച്ച്മാർ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ മദ്യക്കുപ്പികൾ നിരത്തി വെച്ചിരിക്കുന്നു. ഫുഡൊക്കെ ഇഷ്ടം പോലെ വാരി വലിച്ച് തിന്നാട്ടാ. എൻ്റെ പൊന്നോ, പല കൗണ്ടറുണ്ട്. ഐസ്ക്രീമുണ്ട്, പിസ്സയുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഏകദേശം 44,000 പേർക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റും. അങ്ങനത്തെ സ്ഥലമാണ്. ഹായ്, ഹലോ, താങ്ക് യു. യെസ്, കൈ കഴുകണ സ്ഥലം.
ആണോ? ഇവിടെ ലഞ്ചിനും ഡിന്നറിനും സമയമുണ്ട് കണ്ട, ഇതാണ് ആ ടൈം. അപ്പം അതിനനുസരിച്ച് വന്നാൽ നമുക്ക് ഫുഡ് അടിക്കാം. പിസ്സ കിട്ടുന്ന ഏരിയ ഇതാണ്. പിസ്സ കിട്ടുന്ന സ്ഥലം, പിസ്സ കിട്ടുന്ന സ്ഥലമുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് മാത്രം കിട്ടുന്ന സ്ഥലമുണ്ട്. എൻ്റെ ഇതാണ് നേരത്തെ പറഞ്ഞ ആ റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ പേരാണ് വിഞ്ചാമർ. ഇത് എത്രാം നില? 14 അല്ലേ? 14ാമത്തെ നില കേട്ടാ. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ഫുഡുണ്ട്. എന്തൊക്കെ തിന്നുമെന്ന് ദൈവത്തിന് അറിയാം. വയറ് വാടകയ്ക്ക് എടുത്ത് വന്നോളൂട്ടാ, എന്നാലും പറ്റൂല. അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തൊക്കെയാണ് ഫുഡൊക്കെ ഒന്ന് നോക്കട്ടെ. എല്ലാ ടൈപ്പും ഇല്ലേ, കേരള ചിക്കൻ കറി വരെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഭാഗത്ത് കേക്കുകളൊക്കെയാണ്, ഡെസേർട്ട്, സാലഡുകൾ, ആ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇരിക്കണം. എല്ലാത്തിലും പേര് എഴുതി വെച്ചിട്ടുണ്ട്. പുഡിങ് അതൊക്കെ ഉണ്ട്. അതാ നൂഡിൽ ബാർ. ഇവിടെ ഉണ്ടല്ലോ പോർക്ക്, ചിക്കൻ, വെജിറ്റബിൾ എന്തോ സാധനമൊക്കെ, അതൊക്കെയാണ് ഇരിക്കുന്നത്. ഇത് നൂഡിൽ ബാർ നേരത്തെ കണ്ട ഏരിയയാണ്. ഇവിടെ സാലഡുകൾ, ഇവിടെ സ്ലൈസ്ഡ് ഫ്രൂട്ട്സ്, ആപ്പിൾ ഉണ്ട്, പിന്നെന്താ പൈനാപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് ജ്യൂസ് കിട്ടും. ജ്യൂസ് റെഗുലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോഫിയാണെന്ന് തോന്നുന്നു. കോഫി, ടീ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇവിടെ ഇൻ്റർനാഷണൽ ഫ്ലേവേഴ്സ്, അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ബാർബിക്യൂ സോസ്, ചിക്കൻ ബാർബിക്യൂ. ഈശ്വര, ഞാൻ എന്തൊക്കെ തിന്നും. ഇതെന്താ സംഭവം? ഇത് ബീഫ്, ചീസ് സോസ്, അങ്ങനെ കുറേ സാധനങ്ങൾ. ഇവിടെ ഉണ്ടല്ലോ റോസ്റ്റഡ് ചിക്കൻ, അപ്പം ആവശ്യമനുസരിച്ച് അരിഞ്ഞു കൊടുക്കും. ഇതെന്തായിരിക്കണം? ബീഫാ. എൻ്റെ പൊന്നൊരു വലിയ സാധനം. ഇത് നോക്കി, അത് നമ്മൾ ആൾക്കാർ വരുന്നതനുസരിച്ച് അരിഞ്ഞ് കൊടുക്കും. ഉണ്ടോ? എൻ്റെ പൊന്നു, ഇത് പൊളിച്ച്. ഇവിടെ നമ്മുടെ പപ്പടം വരെ ഇരിക്കുന്നത്. പപ്പടം ഉണ്ട്, പിന്നെ വെജിറ്റബിൾ കറി. ഇവിടെ എഴുതിയിരിക്കുന്നത് ഫ്രഷ് ഫ്രം ദ ഗാർഡൻ. എന്താ സാധനം? എനിക്ക് തോന്നുന്നു വെജിറ്റബിൾസ് ആണെന്ന് തോന്നുന്നു. ഇത് പാൻ ഏഷ്യ. ഈ ഭാഗത്ത് ഫ്രഞ്ച് ഫ്രൈസ്, ഈ ബർഗർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, സാലഡ് ഒക്കെ ഉണ്ട്. ഈ ഭാഗത്ത് ചോക്ലേറ്റ് ഐസ്ക്രീം, വാനില ഐസ്ക്രീം ഒക്കെ അൺലിമിറ്റഡാണ്. ആവശ്യം പോലെ കഴിക്കാം. എൻ്റെ പൊന്നു, ഞാൻ ഇതൊക്കെ ഉണ്ട് എടുത്തതാണ്. ബീഫുണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട്, എല്ലാം വാരി തിന്നാം. നമ്മളെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് റൂം കാണാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഇത് 14ാം ഡെക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി എൻ്റെ ഡെക്ക് 7, നമ്മുടെ 7അല്ലേ, 7ാം ഡെക്ക്. ഈ ഡെക്ക് എന്ന് പറയുന്നത് നിലയുണ്ടോ, 16 നിലയുണ്ട് മൊത്തം. എൻ്റെ പൊന്നു. ഇപ്പോൾ ലിഫ്റ്റിലാണ് പോകുന്നത്. ഉണ്ടോ? ഇത് ലിഫ്റ്റാണ്. നമ്മൾ ലിഫ്റ്റിൽ കയറി, ഇനി ലിഫ്റ്റിൽ കയറി താഴത്തേക്ക് പോവാം. ഇവിടെ ഓരോ ഡെക്കിൽ എന്തൊക്കെയാണെന്ന് എഴുതിയിട്ടുണ്ട്. ബോഡി ആൻഡ് മൈൻഡ്, അതായത് മറ്റേ മസാജ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ്, അതൊക്കെയുണ്ട്. പിന്നെ മെഡിക്കൽ സെൻറ്റർ 2ാമത്തെ ഡെക്കിൽ, ഡൈനിങ് റൂം 3ലുണ്ട്, മ്യൂസിക് ഹാള്, അങ്ങനെ കുറേ സംഭവമുണ്ട്. എല്ലാം നമുക്ക് വിശദമായിട്ട് കാണാം. ആദ്യം നമുക്ക് റൂം കണ്ടിട്ട് വരാം. അതാ താഴത്തേക്ക് പോകണം. നോക്കി, നമ്മൾ 7 നമ്മുടെ ഡെക്ക്. യെസ്, കമോൺ. ഇവിടെ നിന്ന് നോക്കിയിട്ടേ അറ്റം കാണാൻ പറ്റുന്നില്ല, അത്രയും റൂമുകളാണ്. ഇതിപ്പോൾ എത്ര 620 ആയിട്ടുള്ളൂ. നമ്മുടെ 521 കിടക്കണം. അങ്ങനെ ദൂരെ പോകണം. ഒരു ഓട്ടോറിക്ഷ കിട്ടെങ്കിൽ നല്ലതായിരുന്നു. ഇലക്ട്രിക് വണ്ടിയില്ലേ, മറ്റേ ബഗ്ഗി. ചെറിയൊരു വണ്ടി വേണം ഇവിടെ പോകാനായിട്ട്. ഒരു വണ്ടി ഒരു ഇവിടെ നടന്നൊരു ഉപ്പാട് വരുന്ന അത്രയും ദൂരം ഉണ്ട്. അതെ, വൻ കോമഡിയാണ്. അതായത് റൂം കണ്ടിരിക്കാൻ കുറച്ച് പാടാണ്. നമ്മൾ 521 നമ്പർ, പക്ഷെ അത് ഇവിടെ ഇല്ല. ഇവിടെ നോക്കുമ്പോൾ 521 ഇങ്ങോട്ടും ഇല്ല, 520 ശേഷം മാത്രമേ ഉള്ളൂ. 21 ഇങ്ങോട്ട് പോയി. അതായത് ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ എന്ന രീതിയിലാണ് ഇവിടെ നമ്പർ കൊടുത്തേക്കേണ്ട. റൂം ഇതുണ്ട് 516, 514, 15 ഇല്ല, 12, 11 ഇല്ല, 10 തീർന്ന്. ഇനിയും കൂടെ പോകും. ഇനി അടുത്ത അപ്പുറത്ത് വല്ലതും ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ വെച്ചിട്ടാണ് റൂം നമ്പർ സെറ്റ് ചെയ്തേക്കണം. ഇത് കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് വയ്യ. ഓട്ടോറിക്ഷ എടുത്താലും പെടും. ഇവിടെ ആയിരിക്കും കേട്ടോ. 513 തൊട്ട് 540. അതായത് ഇപ്പുറ സൈഡ് നമ്മൾ നേരത്തെ നടന്നത് ഈ ഷിപ്പിൻ്റെ വലതുഭാഗത്ത് കൂടിയാ. ഇടതുഭാഗത്താണ് ഈ ഒറ്റ സംഖ്യ ഉള്ളത്. ഇരട്ട സംഖ്യ അപ്പുറം. നോക്കാം. ഇവിടെ 100 ഇനി 500 വരെ നടക്കണം. അയ്യോ, ഇതുണ്ട് 144. നമുക്ക് 521 നമ്മുടെ നമ്പർ. നേരെ തന്നെ പോവാം. ദേ ഇവിടെ എഴുതിയിട്ടുണ്ട്. അല്ല, നേരല്ല, ഞാൻ തിരിച്ചു പോകണമെന്ന്. അവിടെ എനിക്ക് വലിയ പുല്ല്. എന്ത് കഷ്ടമാണ്. നമ്മളെ കുറച്ചിങ്ങനെ നടന്നു വന്നാൽ പറയണത് തിരിച്ച് അങ്ങോട്ട് പോയിക്കോളാൻ. അതൊന്നും മനസ്സിലാവണില്ല കേട്ടോ. ഇവിടെ എനിക്ക് പറഞ്ഞാൽ ഔട്ട് സൈഡ് സ്റ്റേ റൂം എന്ന് എഴുതിയിട്ടുണ്ട്. ഇൻറ്റീരിയർ സ്റ്റേ റൂം. എന്താ ഉദ്ദേശിക്കണത്? നമ്മളിങ്ങനെ റൂം തപ്പി കിടക്കുമ്പോൾ നമ്മുടെ ബാഗ് ഇവിടെ ഇരിക്കുന്നു. ഇത് റൂമിൽ വെച്ചിട്ടില്ലല്ലോ, ഇത് പുറത്താണ് ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് റൂം എവിടെയെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഒരു അരമണിക്കൂറായി തപ്പി കിടക്കണം. എനിക്കറിയാൻ പാടില്ല. ഇവിടെ വേറെ എന്തോ കാണിക്കുന്നു. ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂം വരുന്നത് ഷിപ്പിൻ്റെ ഫ്രണ്ടിലാണ്. ഓടല്ലല്ല, ഓടെന്ന് പറഞ്ഞാൽ ഏതാണ്? ഓടണോ?
അതായത് ഇവിടെയാണ് നമ്മുടെ റൂം വന്നത്. ഇത് എങ്ങോട്ടാ പോകേണ്ടതെന്ന് റെഡിയില്ല. എടാ യു ആർ ഹിയർ ഇവിടെ ഇതായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഇങ്ങനെ പോകണോ? ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്, ഇവിടെ സ്റ്റെപ്പ് ഇങ്ങനെയാണോ? നമ്മളെ ഇങ്ങനെ നേരെ നടക്കേണ്ട ഇടയിൽ ഇങ്ങനെ കുറേ ഇടവഴിയൊക്കെ ഉണ്ട്. ഇതാണെന്നാണ് ഇപ്പോൾ അവസാനം നമുക്ക് മനസ്സിലാക്കണം. നോക്കാം എന്തായാലും. ഇൻറ്റീരിയറും ഔട്ടറും ഉണ്ട്. ഇവിടെ 539. എടാ ഇത് തന്നെ രക്ഷപ്പെട്ട് അവസാനം കണ്ടുപിടിച്ച മനെ. ഇതാണ് നമ്മുടെ വഴി. ഇനി തിരിച്ചു പോയി കഴിഞ്ഞാൽ തിരിച്ചങ്ങനെ വരും. തിരിച്ചു വരാനും വഴി കണ്ടുപിടിക്കണമല്ലോ. മാപ്പ് ഇട്ടിട്ട് വെക്കണം. യെസ്, 520 കിട്ടി പോകാനെ കിട്ടി. കീ ഇവിടെ ഇരിപ്പുണ്ടാവും. യെസ്, 2 കീ ഉണ്ടെന്നാ ഓരോ നിനക്കായിരിക്കും. എൻ്റെ പേരൊക്കെ ഉണ്ടല്ലോ. യെസ്, ഇത് തന്നെയല്ലേ റൂം? ഇങ്ങോട്ടാണ്. വാവ്, ഇതാണ് നമ്മുടെ റൂം. യെസ്, എന്താ TV ഒക്കെ ഉണ്ട്. ലൈറ്റ് എവിടെ? ലൈറ്റ് ഉണ്ട്. യെസ്, ലൈറ്റ് വരുന്നത്. ഇതാണ് നമ്മളുടെ ഈ ഒരു ഷിപ്പിലെ റൂം കേട്ടോ. ബാത്റൂം. ഇത് കണ്ണാടിയായിരുന്നു. ബാത്റൂം കൂടെ ഇതാണ്. യെസ്, അപ്പോൾ ഇതാണ് ബാത്റൂം. ഉണ്ടാ, ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷായി കുളിച്ച് കുറച്ച് നേരം കിടന്നു. ഇപ്പോൾ സമയം 4 മണി. 4 മണിക്കാണ് ഇവിടുന്ന് പോർട്ടിൽ നിന്ന് ഷിപ്പ് എടുക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകളും ബാക്കി ഷിപ്പിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്നുള്ളതും അടുത്ത എപ്പിസോഡിലായിരിക്കും. കാരണം ഇത് വലിച്ചു നീട്ടിക്ക് പോകണ്ടല്ലോ. അപ്പോൾ ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ. ഓക്കെ അല്ലേ? ബൈ, ടാറ്റ.